കോൺഗ്രസും UDFും വിജയം ഉറപ്പിക്കുന്ന മണ്ഡലം. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ആ ഉറപ്പിനെ കൂടുതൽ ഉറപ്പിക്കുന്നു. എതിർത്ത് മത്സരിക്കുന്നത് ഇടതുമുന്നണിയിലെ CPI. ഇടതുമുന്നണിയിൽ നിന്ന് CPI ആണ് മത്സരിക്കുന്നത്. CPIയുടെ ആനി രാജ, CPIയുടെ ദേശീയ നേതാവാണ് ആനി രാജ. BJPക്ക് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും മത്സരിക്കുന്നു. BJP സ്ഥാനാർത്ഥിയായി K. സുരേന്ദ്രൻ വരുന്നത് BJPയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അവിടെയാണ് K. സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ അപ്പോഴാണ് BJP തീരുമാനിക്കുന്നത്. സുരേന്ദ്രൻ വരുന്നത് രാഹുൽ ഗാന്ധിയെ വയനാട് മണ്ഡലത്തിൽ തളച്ചിടാനാണ് എന്നാണ് BJPയുടെ വിശദീകരണം. ശക്തമായ മത്സരം നേരിടേണ്ടി വരും എന്നും BJP പറയുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധി വയനാട് മാത്രമായി പ്രചരണത്തിന് ഏപ്രിൽ 26 പോളിംഗ് കഴിയുന്നത് വരെ ഉണ്ടാകണം. രാഹുൽ ഗാന്ധി മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് പോകരുത് എന്ന ഉദ്ദേശ്യമാണ് BJPക്ക് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമുക്ക് ഇതൊന്ന് ആദ്യം പരിശോധിക്കാം. നമുക്കിപ്പം മുതിർന്ന ജേർണലിസ്റ്റ് R. സുഭാഷ് ഉണ്ട്. സുഭാഷ്, ഈ BJPയുടെ അവകാശവാദം, സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം രാഹുൽ ഗാന്ധിയെ മണ്ഡലത്തിൽ തളച്ചിടും എന്ന പ്രഖ്യാപനം, ശക്തമായ മത്സരം ഉണ്ടാകും എന്നുള്ള അവകാശവാദം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? അതിൻ്റെ അടിസ്ഥാനം കൃത്യമായ തരത്തിൽ അത് കേരളത്തിന് വേണ്ടിയിട്ടുള്ളൊരു വിശദീകരണമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് വയനാട് മണ്ഡലത്തെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് ഈ ഒരു അവകാശവാദം കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ചിരി വരും. പക്ഷേ ഇത് വടക്കേ ഇന്ത്യയിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണത്. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് പേടിച്ചോടി അവിടെ പോയി നിൽക്കുന്നു. അവിടെയും ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ഞങ്ങളുടെ ഏറ്റവും ഏറ്റവും ശോഭയുള്ള നേതാവ്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ ഞങ്ങൾ ഇറക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ഇലക്ഷൻ കഴിയും വരെ രാഹുൽ ഗാന്ധിക്ക് ആ മണ്ഡലത്തിൽ നിന്ന് പുറത്തു കടക്കാനാവില്ല തുടങ്ങിയ അത്തരം പ്രചരണങ്ങൾ വടക്കേ ഇന്ത്യയിൽ അഴിച്ചുവിടാനുള്ളതല്ലാതെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഫലപ്രദമാവുമെന്ന് നമുക്ക് കരുതാനാവില്ല. കാരണം വയനാടിൻ്റെ ഒരു രീതി അതാണ്, വയനാടിൻ്റെ രാഷ്ട്രീയം അതാണ്. ഇത്രയും കാലമായി വയനാട് രൂപീകരിച്ചതിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും 10% പോലും വോട്ട് നേടാൻ BJPക്കോ അവരുടെ സഖ്യകക്ഷികൾക്കോ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ BDJSനാണ് ആ സീറ്റ് കൊടുത്തിരുന്നത്. വയനാട് മണ്ഡലം നമുക്കറിയാവുന്ന പോലെ മുഴുവൻ കുടിയേറ്റ മേഖലയാണ്, വനയോര മേഖലയാണ്. അവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ പരിചിതം എന്ന മട്ടിൽ തന്നെയായിരിക്കാം BDJSനായിരുന്നു ആ സീറ്റ് നൽകിയിരുന്നത്. തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിച്ചു. പക്ഷേ 7% വോട്ട് മാത്രമാണ് അവർക്ക് ലഭിച്ചത്. 2014 അല്പം കൂടി വോട്ട് അവർക്ക് കിട്ടിയത്. അന്നും 8-8.5% വോട്ട് മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ 8%, 7% മാത്രം വോട്ട് കിട്ടുന്നൊരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇപ്രാവശ്യം അവിടെ തളച്ചിടും എന്നൊക്കെ പറയുന്നൊരു തീർത്തും അവകാശവാദം മാത്രമായിട്ട് നമുക്ക് കാണാനാവുള്ളൂ. വേറൊന്നുള്ളത്, വയനാട് മണ്ഡലത്തിൻ്റെ സ്വഭാവം അറിയുന്നവർക്കറിയാം, ഒരു തരത്തിലും BJPക്ക് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നൊരു പ്രദേശമല്ലാതെ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഏതാണ്ട് 41% മുസ്ലിങ്ങളും 13% ക്രിസ്ത്യാനികളുമുള്ള ഒരു മണ്ഡലമാണത്. അത് രണ്ടും കൂടി ആകുമ്പോൾ 54% വരും. അതേപോലെ തന്നെ 2 മണ്ഡലങ്ങൾ, അതിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങൾ ST സംവരണമാണ്, 1 SC സംവരണമാണ്. ഈ ബാക്കിയുള്ളതിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് കൂടുതലും. ഇത്തരമൊരു മണ്ഡലത്തിൽ നിന്ന് വലിയ പ്രകടനം കാഴ്ചവെക്കാനാവുമെന്ന് ഉള്ളത് തീർത്തും അവകാശവാദം മാത്രമാണ്. എന്തായാലും BJPയുടെ മുഴുവൻ സന്നാഹങ്ങളും കൂടി വരികയും രാഹുൽ ഗാന്ധി എതിരാളിയാവുന്നു എന്നുള്ളത് കൊണ്ട് കൂടുതൽ പണമിറക്കുകയും ഒക്കെ ചെയ്താൽ കുറച്ചുകൂടി K. സുരേന്ദ്രൻ മത്സരിക്കുന്നു എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ കുറച്ചുകൂടി വോട്ട് കിട്ടാം. എങ്കിൽ പോലും അത് എത്രത്തോളം, അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റൈറ്റ്. നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആനി രാജയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഒരു രാഷ്ട്രീയ മത്സരം ഉണ്ടാക്കുക എന്നതിനപ്പുറം CPIക്കും ഇടതുമുന്നണിക്കും അതിനപ്പുറമുള്ളൊരു പ്രതീക്ഷയുണ്ടോ? ആനി രാജ നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിയതാണ്. ആനി രാജ ഇപ്രാവശ്യം അവർ നേരത്തെ തീരുമാനിച്ച് പ്രഖ്യാപിച്ച് കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു കാര്യം, രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് PP സുനീർ ആയിരുന്നു. PP സുനീർ അവരുടെ ഒരു ജില്ലാതല നേതാവ് മാത്രമായിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിരുന്നു അന്ന്. ഇതേപോലെ തന്നെ നേരത്തെ തന്നെ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അദ്ദേഹത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. നോമിനേഷൻ കൊടുക്കാനുള്ളതിൻ്റെ ഏറ്റവും അവസാന സമയത്താണ് UDFൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് എന്ന് വരുന്നത്. അത് തീർത്തും അവിശ്വസനീയമായ ഒന്നായിരുന്നു ആ സമയത്ത്. അതുണ്ടാക്കിയ ഒരു ഓളം വല്ലാത്തൊരു ഓളമായിരുന്നു. അത് നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ പ്രചരണം ഏത് രീതിയിലായിരുന്നു എന്നത്. ആ ഒരു പ്രചരണം, ആ ഒരു ഓളം കേരളം മുഴുവൻ അടിക്കുകയും അത് UDFന് ഗുണം ചെയ്യുകയും ചെയ്തു. മോഡി ഭരണത്തെ ഇല്ലാതാക്കാൻ നമ്മളുടെ ഏറ്റവും അവസാനത്തെ ശ്രമം നടത്തുന്നു. അതിൻ്റെ മുന്നണി പോരാളിയായ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ മത്സരിക്കുന്നതിന് പുറമെ
തെക്കേ ഇന്ത്യയുടെ കൂടി പ്രത്യേകത പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വരുന്നത് എന്ന ഒരു വിശ്വാസത്താലായിരുന്നു, എന്ന പ്രചാരണത്താലായിരുന്നു ഇവിടെ രാഹുൽ ഗാന്ധി അരങ്ങേറ്റിയതും അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നൽകിയതും അതൊരു വലിയ തരംഗമായി മാറിയതുമല്ല. അതേസമയം റിസൾട്ട് വന്ന സമയത്താണ് വടക്കേ ഇന്ത്യയിൽ അദ്ദേഹം മത്സരിച്ച സീറ്റിൽ പരാജയപ്പെടുകയും ഇവിടെ നിന്ന് മാത്രം വിജയിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ വിജയം മാത്രം ലക്ഷ്യമിട്ട് വന്നതായിരുന്നു. അവിടുത്തെ സ്ഥിതി നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ട് ആയിരുന്നു അത്തരമൊരു നീക്കം എന്ന് മനസ്സിലായത്. എന്നാൽ ഇത്തവണ അതിൽ നിന്ന് മാറി രാഹുൽ ഗാന്ധി സിറ്റിംഗ് എം പിമാർക്ക് എല്ലാവർക്കും സീറ്റുണ്ട് എന്ന് കോൺഗ്രസ് നേരത്തെ പറഞ്ഞു. രാഹുൽ എന്തായാലും വയനാട് ഉപേക്ഷിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കാരണം രാഹുലിന് വയനാട്ടിനെ പോലെ സേഫായ ഒരു സ്ഥലം മറ്റൊന്നും കിട്ടാനില്ലാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വയനാട്ടിൽ ഉണ്ടാവുമെന്നത് കണക്കാക്കിക്കൊണ്ടാണ് ഒരു ദേശീയ നേതാവിനെ തന്നെ, CPIയുടെ സീറ്റാണ് അവിടെ, അവരുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായ ആനി രാജയെ തന്നെ കൊണ്ടുവരുന്നത്. കണ്ണൂർ ആറളം സ്വദേശിയായ ആനി രാജ ആ ലെവലിൽ എത്തിയതോടുകൂടി വയനാടിൻ്റെ മത്സരത്തിൻ്റെ ഒരു ചിത്രം മാറുകയും വയനാട് ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്താ പ്രാധാന്യം നൽകുകയും ചെയ്തു. നമ്മൾ ദേശീയ ചാനലുകളിലൊക്കെ ഇത് വലിയ വാർത്തയാണ്. ഇന്ത്യ വേഴ്സസ് ഇന്ത്യ എന്ന തരത്തിലാണ് അതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നത്. ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷികൾ തമ്മിൽ മത്സരിക്കുന്നു എന്ന രീതിയിൽ അവിടെ ഇന്ത്യ മുന്നണിയിലെ കൈകോർത്ത് പിടിച്ചിരിക്കുന്ന നേതാക്കന്മാർ ഇവിടെ പരസ്പരം മത്സരിക്കുന്നു എന്നതൊക്കെ ദേശീയ ചാനലുകൾക്ക് വലിയ വാർത്തയായിരുന്നു. ആ തരത്തിൽ അത് വലിയ വാർത്തയായി വരികയും ചെയ്തു. ഇതിൽ ആനി രാജയെ പരിചയപ്പെടുത്തുമ്പോൾ, ആനി രാജയെ കാണിക്കുമ്പോൾ CPIക്ക് നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയായി മാറി ആനി രാജ എന്ന കാര്യം ഉറപ്പാണ്. കാരണം ആനി രാജ വടക്കേ ഇന്ത്യയിൽ പ്രധാനമായും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. അവിടെയുള്ള സമരഭൂമിയിലെ നിത്യമുഖമാണ്. അവർ 2 വനിതകളാണ് അവിടെ ഏത് പ്രക്ഷോഭങ്ങൾ ഉണ്ടായാലും അവിടേക്ക് ആദ്യം ഓടിയെത്തുക. അത് ആനി രാജയും വൃന്ദ കാരാട്ടുമാണ്. വർഗീയ ലഹളകൾ ഉണ്ടാകുമ്പോൾ, അതേപോലെ തന്നെ വംശീയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വലിയ കർഷകരുടെ പ്രക്ഷോഭങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭങ്ങൾ, അങ്ങനെ ഗവൺമെൻറ്റിനെതിരെയുള്ള എല്ലാ പ്രക്ഷോഭങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ഒരു വനിതയാണ് ആനി രാജ. അതുകൊണ്ട് തന്നെ അവർക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു വനിത എന്ന മട്ടിൽ അവർക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് തന്നെയാണ് ആനി രാജ.